ഗോപാലേട്ടാ, വിവരക്കേട് വിവരക്കേട് തന്നെയാ. നീ എന്താ ഈ പറയണേ? ഇതെന്താ കുട്ടികളിയാ? അവള് വിധവയായിട്ട് വീട്ടിലിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഒരു പെണ്ണും കുടുംബമായിട്ട് കഴിയുന്ന ഗോപാലേട്ടൻ പറയണേ? ഇതൊക്കെ ലോകത്ത് നടക്കണ കാര്യങ്ങളാടോ. ലോകത്ത് നടക്കണ്ടാവും, എനിക്ക് പറ്റണ്ടേ? അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന നോക്കിയാണോ ഞാൻ ജീവിച്ചത്? എന്നാ ഇപ്പോഴും ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നിൽക്കണോ ഞാൻ? അപ്പൊ ഇനി ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് കഴിയാനാ പ്ലാൻ? അതാ യോഗെങ്കിൽ അങ്ങനെ. ഏതായാലും ഇപ്പോ ഗോപാലേട്ടൻ പോയി അവരോടൊന്ന് സംസാരിക്കണം. എന്ത് കാരണം പറയൂടാ? ഇങ്ങനൊരു മരണം ഉണ്ടായി, കുറച്ച് നീട്ടി വെക്കണമെന്ന് പറയാം, അത് ന്യായമുണ്ട്. എത്ര കാലം വെറുതെ എന്തിനാ ഗോപാലേട്ട ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കണേ? അവർ നേരത്തെ വേറെ എന്തെങ്കിലും നല്ല ബന്ധം കിട്ടിപ്പോട്ടെ. അല്ലാണ്ട് എന്നെ കാത്തിരുന്ന എന്താ ഒരു ഉറപ്പ്? ഇപ്പോഴാണെങ്കിൽ വിളി തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവരോട് ആദ്യം ഒഴിയാൻ പറയും. നമ്മൾ ഒഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വെറുതെ ആ കുട്ടിക്കൊരു ദുഷ്പേരാവും. ഇവിടെ അമ്മയും സുമയും ആരും ഇത് അറിയാൻ വേണ്ട. അല്ല, അതല്ല, നമ്മൾ ക്ഷണിച്ചവരോട് എന്ത് പറയും? അതെന്തെങ്കിലും പറയാം. 10-12 എണ്ണല്ലേ കൊടുത്തിട്ടുള്ളൂ. ജവാൻ സുധാകരൻ നായരെ കല്യാണം ഒഴിഞ്ഞു പോയെന്ന് പറയണത് ഇവിടെ ഒരു വാർത്തയാണ്. എന്നാലും നിങ്ങൾ കളിച്ച് കൊലച്ചരിയാ. അവര് തല്ലാതെ വിട്ടത് നിങ്ങളെ ഭാഗ്യം. അവർക്ക് ദോഷമായിട്ടൊന്നും ഉണ്ടായില്ലല്ലോ. ഒരു പെൺകുട്ടിന്റെ കാര്യത്തിൽ കല്യാണം മുടങ്ങുന്ന നിസ്സാര കാര്യ. ഒരു ബ്രോക്കർ എന്ന നിൽക്കുള്ള ചീത്തപ്പേരോ. 4-5 കൊല്ലം നടന്ന് ചെരുപ്പ് തെഞ്ഞിണ്ടായ കല്യാണ. കാശ് എത്ര എനിക്ക് നഷ്ടം എന്നറിയോ? താൻ നഷ്ടപ്പെടണ്ട. തന്റെ നഷ്ടം എത്രയാണെന്ന് വെച്ചാൽ പറയും, അത് ഞാൻ തന്നേക്കാം. അപ്പൊ അവിടെ തിരിക്കിട്ടാണ് മറ്റേ കമ്മീഷനോ? അതും തന്നേക്കാം. തന്റെ പ്രശ്നം തീർന്നല്ലോ. എന്റെ പ്രശ്നം തീർന്നു. ആ പെൺകുട്ടിയുടെ പ്രശ്നം അതിനിപ്പോ ഞാനെന്താ ചെയ്യേ? കോട്ടൊന്ന് പറഞ്ഞു. അല്ല, കുഞ്ഞിരാമൻ പറയണ എന്താ വെച്ചാ, സുമയ്ക്ക് നമ്മൾ പിന്നീടൊരു ആലോചന ഉണ്ടാക്കിയാ പോരെന്നാ. അത് ഞാൻ ഏറ്റു. അതുണ്ടാവട്ടെ, എന്നിട്ട് ആലോചിക്കാം. ഏട്ടാ, ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാ ഏട്ടന് ബുദ്ധിമുട്ടാവോ? നീ എന്താ അങ്ങനെ പറയണേ? എല്ലാ ബാധ്യത ഒഴിച്ചിട്ട് ഏട്ടൻ സ്വസ്ഥായതല്ലേ, വീണ്ടും ഞാൻ വന്നേക്കുമല്ലേ. നീ വേണ്ടാത്ത ഒന്നും ആലോചിക്കണ്ട. എന്താ വേണ്ട അത് പറ. ഞാൻ തയ്യൽ പഠിക്കട്ടെ. ഏട്ടന്റെ കടയുടെ ഉമ്മർത്തൊരു മെഷീനിട്ട് എനിക്കും ഇരിക്കാലോ. എന്താ നീ എനിക്കൊരു ഭാരായും തോന്നുന്നുണ്ടോ? അതല്ലേ ഏട്ടാ, വെറുതെ ഇരിക്കുമ്പോ ഒരു മടുപ്പ്. നേരം പോകാനാണെങ്കിൽ ആയിക്കോട്ടെ, അല്ലാതെ നീ ജോലി ചെയ്ത് കാശുണ്ടാക്കേണ്ട കാര്യമൊന്നും ഇപ്പൊ ഇല്ല. ഏട്ടൻ ഉള്ളിടത്തോളം കാലം. പിന്നെ ഒരു അപേക്ഷയും കൂടെ ഉണ്ട് എനിക്ക്. എന്നെ ഓർത്ത് ഏട്ടൻ ജീവിതം വേണ്ടെന്ന് വെക്കാൻ ആലോചനയെങ്കിൽ ഞാൻ നിൽക്കില്ല ഇവിടെ. നരകാണെങ്കിലും എന്റെ മോളുടെ അച്ഛന്റെ വീടുണ്ട് അവിടെ. നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? കല്യാണം ഒഴിഞ്ഞു പോയത് അവർക്ക് വേണ്ടെന്ന് വെച്ചിട്ടാ. അത് പോണെങ്കിൽ പോട്ടെ, ലോകത്ത് വേറെ ഇല്ല പെൺകുട്ടികള്. ഇതാ അടുത്ത ആഴ്ച. ഏട്ടാ വേണ്ട, ഈ ലോകത്ത് എന്നെ പോലെ ഏട്ടനെ മനസ്സിലാക്കിയ വേറെ ആരുമില്ല. അമ്മ എന്തും പറഞ്ഞ് വിശ്വസിപ്പിക്കാം, അതുപോലെയല്ല സുമ. ഇപ്പൊ എല്ലാവർക്കും സമാധാനായി. പൊളിക്കും ഞാൻ, ചവിട്ടി ഞാൻ പൊളിക്കും. എന്താണ് ഈ കുന്തം പിഴിഞ്ഞ പോലെ നോക്കണേ? ജോസും മനുഷ്യനാടാ. ഇനി ജോസ് ഒരു മനുഷ്യനും വകവയ്ക്കില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തൂടാ? എന്റെ മുറ്റത്ത് കയറരുത്. കിടക്കണ പുറത്ത്. നീ കിടക്കണ പുറത്ത്. പേടിപ്പിക്കുക ജോസിനെയാ. നല്ല കാര്യായി. പള്ളിയില് പറഞ്ഞാ മതി. എന്തേ കൊല്ലണോ കൊന്നോ തയ്യാറാ, റെഡി മണി. പക്ഷെ എന്റെ പെണ്ണിനെ എനിക്കൊന്ന് കാണണം. കടന്ന് പോടാ നായ. നീ പോടാ പൂച്ച. എനിക്ക് കാണണം. എനിക്ക് എന്റെ പെണ്ണിനെ കാണണം. എനിക്ക് എന്റെ പെണ്ണിനൊന്ന് കാണണം. അടിക്കുന്നേ പോയാ തല്ലിക്കോടാ. സഹിക്കാൻ പറഞ്ഞിട്ട് കുറെ ആയി. ഞാൻ സംസാരിക്കാം, ഏട്ടൻ പേടിക്കണ്ട.
കൊല്ലല്ലേ. മനസ്സിലായോ സുമ? കരയണ്ട, ഇത് കള്ളിന്റെ കരച്ചിലാ. ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നിങ്ങളെ സ്നേഹിച്ചു. അതിന്റെ ശിക്ഷ 4-5 കൊല്ലം ഞാനും എന്റെ ഏട്ടനൊക്കെ അനുഭവിക്കുകയാണ്. ഇന്ന് ഞാനൊരു വിധവയാണ്. കുറെ കൂടി പേടിക്കണം. ഇനി പഴയ പോലെ അനാവശ്യങ്ങൾ പറഞ്ഞു നടന്ന എന്റെ ശവം കൂടി നിങ്ങൾ കാണും. അതും കാണണോ? മേലെ എന്റെ ഗേറ്റിന് മുന്നിൽ വരരുത്. നിങ്ങളുടെ ശബ്ദം ഞാൻ കേൾക്കരുത്. ഞാൻ ജീവിച്ചോട്ടെ. എനിക്കൊരു മോളുണ്ട്. ഞാൻ കല്യാണത്തിന് വന്നാ. ഇന്നല്ലേ 15-ാം തീയതി? പന്തലൊന്നും കാണാനില്ലല്ലോ. പായസമൊക്കെ ഉണ്ടല്ലോ അല്ലേ? പായസം നമുക്ക് പാൽപ്പായസം വെച്ചാൽ ഞാൻ പൂക്കളി കളിപ്പിക്കരുത്. അയ്യോ, എന്ത് പറ്റി മോളെ? എന്താ വെള്ളത്തരം കട്ടണ്ട? എനിക്ക് പോടി മോളെ. മോളെ നിറ്റ് പോവാൻ. എന്ത് അക്രമാടാ ഈ കാട്ടിയത്? തല്ലി കൊന്നു മോളെ. മോളെ എന്റെ കുട്ടി, നീക്കൂട്ടി. വേഗം ഒരു വണ്ടി വിളിക്ക്, എന്നിട്ട് ആശുപത്രി കൊണ്ടുപോടാ. ഈശ്വരാ, എന്ത് സമാധാനം പറയും മോളെ. വെള്ളം വെള്ളം നോക്കി നിക്കാണ്ടത്തിരി വെള്ളം കൊണ്ടടാ മോളെ. എന്റെ ഗുരുവായൂരപ്പ, ഒന്നും വരുത്തല്ലേ. ഒരു പാൽപ്പായസം ഞാൻ കഴിച്ചോളാം. ഒന്നാക്കണ്ട, 2 പാൽപ്പായസം ആയിക്കോട്ടെ. ഇങ്ങനെ മുമ്പ് ഉണ്ടാകാറുണ്ടോ മോളെ? കൊറേ അടി എനിക്ക് കിട്ടി. അതിന് നല്ല പാൽപ്പായസം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക് നിങ്ങളുടെ മോനോട്. എന്താ കുട്ടി, തന്റെ മറ്റേ കാലം കൂടെ ഓടിച്ചില്ലെങ്കിലേ എന്റെ പേര് ഇന്ദുന്നല്ല. എന്തേട്ടാ കൊച്ചു കുട്ടികളെ പോലെ? ഇവിടെ ആരാ മുളന്നറിയോ? പേരും കള്ളിയാ. മുല്ലശ്ശേരി ഇങ്ങനെ ഒരു അസുരത്ത് എങ്ങനെ ഒന്ന് പറഞ്ഞാവോ? അമ്മു, ഒരു ഗ്ലാസ് പാലെങ്കിലും കുടിക്കും മോളെ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ പറ്റിയ നിനക്ക്? സുഖമില്ലേ? ഇല്ല. എന്താ സുഖമില്ലായ്മന്ന് പറയേ. ദേ, മുത്തച്ഛനാകെ വിഷമിച്ചിരിക്കുക. ഞാൻ 10-18 വയസ്സായ പെൺകുട്ടിയാ. എല്ലാ കാര്യങ്ങളും മുത്തച്ഛനോട് പറയാൻ പറ്റുമോ? മുത്തശ്ശിയോട് പറയാലോ. എന്താ, വയറ്റിൽ വേദനയുണ്ടോ? വേദനയല്ല, വയറ്റിനുള്ളിൽ കുട്ടി. എന്താ, മതിയോ? അത് കൊള്ളാം. ഞാൻ മോനോടൊന്ന് ഫോൺ ചെയ്ത് ചോദിക്കട്ടെ. മുത്തശ്ശി ഒന്ന് പോകുന്നുണ്ടോ? ആ പാൽ അവിടെ ഇരുന്നോട്ടെ. കിടക്കാൻ നേരത്ത് കുടിച്ചോ. എന്നെ 5 മണിക്കൊന്ന് വിളിക്കോ? എന്തിനാ, പഠിക്കാനാ? അല്ല, അമ്പലത്തിൽ പോവാനാ. എന്നാ ആ പെണ്ണിനോട് 5 മണിക്ക് കുളിച്ചു വന്ന് വിളിക്കാൻ പറയാം. അവളെയും കൊണ്ടുപോയിക്കോ, ഒരു കൂട്ടിനെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
എന്താ ഇവിടെ? ഈശ്വരന് കുറച്ച് പൂ വേണം. അതിന് സുധാരനേർ തരില്ല. ലോകത്തിലുള്ള എല്ലാം ദൈവത്തിന്റെ, പ്രത്യേകിച്ചും പൂക്കള്. അതെന്തിനാ സുധാരനേർ തരണേ? എനിക്ക് പേടിയാവും. അവിടെ നിൽക്കട്ടെ, നിന്നെ ആരും കൊത്തിക്കൊണ്ട് പോയില്ല. എന്റെ ഈശ്വര, ആര് ചെയ്തി കടുങ്കൈ? എടി നായിന്റെ മുള മുല്ലശ്ശേരിയല്ലേ ഏത് രാജകുമാരിയെന്ന് തോന്നിയല്ലോ. അങ്ങനെ വിട്ടാ ശരിയാവില്ലമ്മേ. വേണ്ടടാ, കേസും കൂട്ടുപോവും. പൊയ്ക്കോട്ടെ. എന്നെ പാമ്പ് കടിച്ചു. നിന്നെ പാമ്പല്ല, കാലപാമ്പ് കടിക്കണ്ടി. ഞാൻ പറയുന്നത് സത്യ. സത്യം പറഞ്ഞ ഒരു മുതല് സത്യവതി പറഞ്ഞുപടി, അല്ലെ അടിച്ചിന്റെ പല്ലിയാൻ കൊഴിക്കും അസത്തെ. നോക്കട്ടെ, എവിടെ? അമ്മ ഇവിടെ പല വിദ്യം കാണിക്കും. നിന്റെ വേല ഇനി ഇവിടെ വേണ്ട. കടന്നുപടി പോയി. എടാ ചോര വരുന്നുണ്ട് സുധാര. അയ്യോ, ഇനി പടി ചവിട്ടുണ്ടെങ്കിൽ അറിയാം. ചോരല്ല, ചങ്കും കരളും വരെ പുറത്തു വരുത്തോള്. അത്രയ്ക്ക് വിളവത്തിയാ. എന്റെ ഈശ്വര, എത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്ന റോസ. ഇപ്പൊ നോക്കിയേ, ഇവൾക്ക് കണ്ണി ചോരല്ലേ? ഏട്ടാ, ആ കുട്ടി പറഞ്ഞ ശരിയാൻ തോന്നുന്നു. പാമ്പുണ്ട് അവിടെ. എവിടെ എവിടെ എവിടെ? ദാ, അവിടെ. വരച്ചല്ലേ. കുട്ടി, വിഷം തൊട്ടുന്നത് സത്യം തന്നെയാണോ? എവിടെ? പേടിക്കണ്ട, ഒന്നും ഉണ്ടാവില്ല കുട്ടിക്ക്. ഏതോ വിഷമില്ലാത്തതാ. എന്റെ പൊന്നുമോളെ, എന്താ മുത്തശ്ശനെ കാണണേ? സാർ സമാധാനിക്കേ, ഒന്നും ഉണ്ടാവില്ല. എന്റെ ഒന്നും ഉണ്ടാവില്ല. സുധാര, എന്റെ കൈയും കാലും പറയണോ? എന്റെ ഭഗവാനെ. സാറ് വണ്ടിയിലേക്ക് ഇറക്കിയോ? ഞാൻ ഓട്ടോ. എഫ് കോളിംഗ് കൊടുത്തോ? കൊടുത്തു ഡോക്ടർ. പ്രേ ടു ഗോഡ് മിസ്റ്റർ മേനോൻ, എവറി ഹാഫ് ആൻ അവർ പൾസ് ചെയ്യിക്കുക. കുട്ടി ഉറങ്ങായിരുന്ന നല്ലത്. ഓക്കെ? എന്താ സാർ അവസ്ഥ? നിങ്ങളാരാ കുട്ടിയുടെ? ആരുമില്ല, എന്റെ വീട്ടിൽ വെച്ചുണ്ടായത്. കോബ്ര തന്നെയാണെന്ന് ഉറപ്പാണോ? അതെ സാർ, അത് എപ്പോഴും അവിടെ ഉള്ളതാ. ഓഹോ, വീട്ടിൽ വളർത്തണോ? ആ, നമുക്ക് പരമാവധി ശ്രമിക്കാം. എന്നാലും കുട്ടിയുടെ പാരന്റ്സിനെ അറിയിച്ചോളൂ. ഉറങ്ങരുത് കുട്ടി. ഏട്ടാ, ഏട്ടനൊന്ന് കിടന്നോളൂ, ഞാൻ ഉറങ്ങില്ല. മോളെ മോളെ മോനെ, നമുക്ക് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവാം. സ്നേക് പോയിസൺ എവിടെയല്ല ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും.
ഈശ്വര, രാജ്ഞിയടുത്ത് കുട്ടിക്കൊന്നും സംഭവിക്കില്ല. സുധാകരനല്ലേ? അതെ, അതെന്റെ ഏറ്റവും അനിത്യ. ആ. അച്ഛനും അമ്മയും വന്നില്ലേ ഇങ്ങോട്ട്? ഉവ്, മേനോ സാറും ഭാര്യ അപ്പുറത്തെ മുറിയിലുണ്ട്. സാറിന് പെട്ടെന്ന് BP കയറിയിട്ട് മരുന്ന് കൊടുത്ത് ഉറക്കിയിരിക്കുക. ഈശ്വര, ഏതാ മുറി? തൊട്ടപ്പുറത്തെ 302. ഒന്നിങ്ങോട്ട് വരൂ. ആ മോഹൻ, ആ കേസ് ഷീറ്റ് നോക്കടാ, എന്തൊക്കെയാ ചെയ്തേക്കണെന്ന്. ആ സിസ്റ്റർ, ഞാൻ ഡോക്ടർ രാമോഹൻ. എനിക്ക് ആ കേസ് ഷീറ്റ് ഒന്ന് കാണായിരുന്നു. രാജ്ഞിയടുത്തിലെ മൂത്തമോന. ആ, വേണ്ടി വന്ന ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുമല്ലോ അല്ലേ? എന്താ രാഗണി പറയണേ? നമ്മൾ സൂക്ഷിക്കണ്ടാണോ? ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവിക്കാനുള്ളത് എവിടെയായാലും സംഭവിക്കും. അമേരിക്കയിലാണെങ്കിൽ ചിലപ്പോ പാമ്പ് കടിക്കില്ലായിരിക്കും, വേറെ എന്തെങ്കിലും കടിക്കും. കൃഷ്ണനാണും പെണ്ണായിട്ടുള്ള സന്തതിയ. എന്തെങ്കിലും സംഭവിച്ച എങ്ങനെ സഹിക്കും? ചോദിച്ച നമ്മൾ എന്താ പറയാ? എന്നെ എപ്പോഴും ഫോണിൽ വിളിച്ച് പറയണതാ, എടുത്ത് ഇടയ്ക്കിടയ്ക്ക് പോയി മോളെ കാണണമെന്ന്. അമ്മ ഇല്ലാത്ത കുറവ് അറിയിക്കരുത്. എന്ത് മറുപടി പറയുന്ന എനിക്ക് ഒരു രൂപമില്ല. കൃഷ്ണനെ അറിയിച്ചില്ലേ അമ്മേ? അറിയിച്ചിട്ടുണ്ട്. അറിയിച്ചാലും ഓടി ഇങ്ങോട്ട് വരാൻ പറ്റുമോ? കോഴിക്കോട് നിന്ന് കാറിൽ ഇങ്ങോട്ട് വരണ പോലെയാ. ആ നോക്കിടാ. ആ, ചെയ്യാനുള്ളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. കോബ്രെ, നെർവസ് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യാൻ ഇത്തിരി റിസ്ക് ഉണ്ട്. 24 hours കഴിഞ്ഞിട്ട് ഒന്നും പറയാൻ പറ്റില്ല. എന്റെ ഈശ്വര, ആ, അമ്മ ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? എന്തെങ്കിലും കൊടുക്കാമോ? കഴിക്കുമെങ്കിൽ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കൊടുത്തോളൂ. ഒരു കാപ്പി കൊണ്ടട്ടെ? ഞാൻ വാങ്ങിക്കൊണ്ടുവരാ. വേണ്ട, ഞാൻ വാങ്ങിക്കോളാം. മുത്തശ്ശൻ, സാറിന് ഒരു കുഴപ്പമില്ല. വെളുപ്പിന് കുട്ടിയുടെ വന്നിരുന്നു. പിന്നെ കോഴിക്കോട് നിന്ന് രാഗിണിയടുത്തിയും ഹസ്ബൻഡും മോനും വന്നിരുന്നു. രാത്രി 1 മണിക്ക്. ഇവിടെ കിടക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് അവര് വീട്ടിലേക്ക് പോയിരിക്കുക. മോളെ, മോളെ അമ്മു. പേടിക്കാനൊന്നുമില്ലാന്ന് തോന്നുന്നു സാർ. മുത്തശ്ശൻ ഇവിടെ നിന്ന് ചോദിച്ചു എന്നോട്. ഇനി വേണമെങ്കിൽ സുധാരനാര് പോയി കുറച്ച് റെസ്റ്റ് എടുത്തോളൂ. രാഗണിയും രാമോഹനൊക്കെ വന്നിട്ടുണ്ടല്ലോ. എനിക്ക് ക്ഷീണമൊന്നുമില്ല. അമ്മോ, ഡേ കിടന്നോട്ടെ, വിളിക്കണ്ട. എന്തിന്? ഒരു കുഴപ്പമില്ല. ഞങ്ങളിപ്പോ ഡോക്ടറെ കണ്ടിരുന്നു. ആന്റി ഇവനെ ശരിക്കും ആക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കുഴപ്പമില്ല. ഏതായാലും കയ്യിൽ കെട്ടിയതും ബ്ലഡ് സക്കി കളഞ്ഞും ഭാഗ്യായി. അതാ രക്ഷയത്. അതാരാ കിട്ടിയത് മുത്തശ്ശ? അത് ഇയാളാ, സുധാകരനായര്. ഓ, മിലിറ്ററിയിൽ ഫസ്റ്റ് എയ്ഡ് പഠിപ്പിക്കും. ഞങ്ങള് ജവാന്മാര് കാടും മലയൊക്കെ കയറി ഇറങ്ങണവരാണല്ലോ. ഇനിയിപ്പോ ഒരു ഗിൽറ്റി കോൺസിൽ ഇല്ലാണ്ട് പോകാലോ അമ്മയ്ക്ക്. അമ്മയുടെ വളരെ ഒരു ഡീറസ് ഫ്രണ്ടിന്റെ മോളുടെ കല്യാണമെന്ന് ഗുരുവായൂര്. ശരിക്കും ഞങ്ങൾ ഇന്നലെ രാത്രിയോടെ താമസിച്ച് രാവിലെ പോകാനായിരുന്നു പ്ലാൻ. മിസ് ചെയ്യുമെന്ന് ഭയങ്കര സങ്കടമായിരുന്നു അമ്മയ്ക്ക്. ആ, പോണെങ്കിൽ ഇപ്പൊ പോണം, അല്ലെങ്കിൽ ചടങ്ങിടാൻ പറ്റില്ല. 9 മണിക്കാ മുഹൂർത്തം. നാലും അമ്മ ഇങ്ങനെ കിടക്കുമ്പോ അതിനെന്താ എന്റെ മുത്തശ്ശി, ഞാനൊരു ഡോക്ടറല്ലേ. ഇത് വെറും ഷോക്കിന്റെ ക്ഷീണ. അതൊരു ബെറ്റീസോടുകൂടി കഴിച്ചാൽ മാറും. ആ, മുത്തശ്ശനൊന്നു വന്നേ. ആ, അല്ല, അയാൾക്ക് നമ്മള് വല്ലതൊരു പ്രസന്റ് കൊടുക്കണോ? ആർക്ക്? ആ മിലിറ്ററിക്കാരന്. ശരിക്കും അയാളുടെ ഫസ്റ്റ് എയ്ഡാ രക്ഷയത്. പിന്നെ രാത്രിയൊക്കെ നിന്ന് ബുദ്ധിമുട്ടിയല്ലേ. ഞാനൊരു 5000 rupees കൊടുക്കട്ടെ? വാങ്ങൂ. ആ, കാശ് കിട്ടിയില്ല. ആർക്കാ വിളിക്കേ? മുത്തച്ഛൻ വിളിച്ചേ. ഉം. വിളിക്കും മുത്തച്ഛ. ഉം. ഉം, ഉം. സുധാകരനാരെ, ഒരു മിനിറ്റ്. ഒരു കാര്യം പറഞ്ഞോട്ടെ? എന്താ? മിസ്റ്റർ നായർ, നിങ്ങളോട് എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ കമ്പനി തിരിച്ചു കിട്ടില്ല. ഓ, അതൊക്കെ ഈശ്വരന് നിശ്ചയല്ലേ. എന്നാ ആ ഈശ്വരൻ നിങ്ങളാ. വേറൊന്നും തോന്നരുത്. ഞങ്ങളുടെ നന്ദി എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയില്ല. ദാ, ഇതിരിക്കട്ടെ. എന്താ? ഏയ്, എനിക്ക് വേണ്ട. ആ, ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. എന്താ സാറേ ഇത്? അത് അയാളുടെ ഒരു സന്തോഷത്തിനാ. സോറി സാർ. ഛേ, എനിക്ക് കാശ് വന്നിട്ടാണ് നിങ്ങൾ സന്തോഷിക്കാൻ പോണത്? അയ്യേ, ഞങ്ങളെയൊന്നും അങ്ങനെ കുറച്ച് കാണരുത് സാർ. ഡോക്ടർ സാബ്, സോറി.
അമ്മ എങ്ങടെ പോയേ? ഇത്തിരി പാല് വാങ്ങാൻ. എന്താ ഈ തളിക്കണത്? വെളുത്തുള്ളിയാ? എന്താ ഗന്ധം? നീ ആ നശിച്ച പാമ്പ് ഈ പരിസരത്ത് വരരുത്. വന്നാ കൊല്ലും ഞാൻ. നിനക്കെന്താ സുധാകര? ഭഗവാന്റെ സർപ്പത്തെ കൊല്ലി. ശിവ ശിവ. ഭഗവാന്റെ സർപ്പം ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. അതിനിപ്പോ എന്താ ഉണ്ടായേ? അള മുട്ടിയാ ചേരിയും കടിക്കും ഇല്ലേ? എന്നിട്ടും ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇത്തിരി നെകളപ്പ് കൂടിയപ്പോ ഒരു ശിക്ഷ കൊടുത്തു, അത്ര തന്നെ. ശിക്ഷ സമയത്തിന് കണ്ടോണ്ട് രക്ഷപ്പെട്ടില്ലേ? ആളിപ്പോ മണ്ണിലടിയിലായനെ. എന്നാലും ഏട്ടനോട് 2 വർത്താനം പറയായിരുന്നു. ആരോട്? മേനോൻ സാറിന്റെ മോളുടെ മോനില്ലേ, ആ മുറി ഡോക്ടർ. അയാള് മുറി ഡോക്ടറൊന്നും അല്ല, മുഴുവൻ ഡോക്ടർ തന്നെയാ. MBBS കഴിഞ്ഞിട്ടിപ്പോ അയാൾ MS പഠിക്കണേ. എന്തായാലും പണം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ടെന്നാ. അതിപ്പോ ഓരോരുത്തരും ഓരോ തരക്കാരല്ലേ. ചിലർക്ക് പണം, ചിലർക്ക് പദവി, ചിലർക്ക് സ്നേഹമായിരിക്കും. അയാളുടെ ധാരണ അയാളെ പോലെ തന്നെ എല്ലാരും എന്നാ. ഇപ്പോ പണത്തിന് മോഹക്കാരനാണെങ്കിൽ എന്താ പറയാ? അയാൾ എത്ര നല്ല മനുഷ്യൻ, 5000 റുപ്യ ഒന്നുമല്ല പറയാ. ചിലർക്ക് സ്വന്തം ബന്ധങ്ങളാ വലുതേ. കയ്യിലൊന്ന് അമർത്തി പിടിച്ചാൽ സന്തോഷാവും, ഒന്നും മോഹം കറുപ്പിച്ച വിഷമാവും. അത്രക്കാരാ പ്രശ്നം. തൃപ്തി ഉണ്ടാവൂല. വെച്ചിരിക്കണേ. അതുപോലെ ഒരാളെ എനിക്കറിയാം. ആരെ? ഏട്ടൻ തന്നെ.